നമസ്കാരം. ജ്യോതിർദർശനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മേഷാദികളായിട്ടുള്ള 12 രാശികളുടെ ഡിസംബർ 7 ഞായറാഴ്ച മുതൽക്ക് 13-ാം തീയതി ശനിയാഴ്ച വരെയുള്ള 7 ദിവസങ്ങളുടെ ഒരാഴ്ചക്കാലത്തെ സാമാന്യ ഫല നിരൂപണം നടത്താൻ ഇവിടെ ശ്രമിക്കുകയാണ്. അടുത്തത് കർക്കിടകക്കൂറാണ്, ക്യാൻസർ എന്നാണ് പറയുക. ഗ്രഹസ്ഥിതി പറഞ്ഞാൽ 5-ൽ ആണ് സൂര്യനും ബുധനും ശുക്രനും ഉള്ളത്, 6-ൽ ചൊവ്വയാണ്, 12-ൽ ആണ് വ്യാഴം, 9-ൽ ശനിയും 2-ൽ കേതുവുമാണ് ഇവരുടെ ഗ്രഹസ്ഥിതി. ക്രിയേറ്റീവായിട്ടുള്ള അഥവാ എന്താ പറയുക, സൃഷ്ടിപരമായിട്ടുള്ള കാര്യങ്ങൾക്ക്, കഴിവുകൾക്ക് അത് പ്രാവർത്തികമാക്കാൻ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണിത്. ധനപരമായിട്ട് ചില പ്രതീക്ഷിക്കാത്ത ഭാഗ്യങ്ങൾ, ലോട്ടറി മുതലായിട്ടുള്ള കാര്യങ്ങളിൽ കൂടെയൊക്കെയുള്ള ചില വരുമാനം ഉണ്ടാകാം. എന്നാൽ അതുപോലെ തന്നെ അനിയന്ത്രിതമായിട്ടുള്ള ചിലവുകളും സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. ജോലി അഥവാ കരിയർ സംബന്ധിച്ച് പറഞ്ഞാൽ ചില പുതിയ ആശയങ്ങൾ നമുക്കുണ്ടാകും. അത് അനുകൂലമാണ്, അതുമായിട്ട് മുന്നോട്ട് പോകാം. അങ്ങനെയാണെങ്കിൽ ജോലിയിലേക്ക് അഭ്യുന്നതയുണ്ടാകും എന്നാണ് കാണുന്നത്. അതുപോലെ തന്നെ പ്രണയബന്ധങ്ങൾ അങ്ങനെയുള്ള അതൊക്കെ കുറച്ച് ഊഷ്മളമാകാനുള്ള സാധ്യത ഉണ്ട്. പഴയ ചില ഇങ്ങനെയുള്ളതോ അല്ലാത്തതുമായിട്ടുള്ള വ്യക്തിബന്ധങ്ങൾക്ക് വീണ്ടും പഴയത് വിട്ടുപോയത് പുനഃസ്ഥാപിക്കപ്പെടാനും സാധ്യത ഉണ്ടാകുന്നു. ആരോഗ്യപരമായിട്ട് നല്ല ആഴ്ചയാണ്. അതുപോലെ തന്നെ അവരുടെ ഈ കൂറുകാരുടെ കുട്ടികൾക്കും ആരോഗ്യപരമായിട്ട് മെച്ചമുണ്ടാകും. രോഗത്തിലിരിക്കുന്നവർക്ക് ആ രോഗവിമുക്തി ഉണ്ടാകുന്നതാണ്. ഹൃദയം തുറന്ന് സംസാരിക്കുക എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അങ്ങനെയാണ് കുടുംബ പിന്തുണയും മറ്റും ഉണ്ടാവേണ്ടത്. അതുപോലെ ഇവരെ സംബന്ധിച്ചിടത്തോളം ധർമ്മദൈവം വളരെ പ്രധാനപ്പെട്ടതാണ്. എല്ലാവർക്കും പ്രധാനപ്പെട്ടതാണ്. എങ്കിലും ഈ ഒരു പ്രത്യേക സമയത്ത് ധർമ്മദൈവത്തിൻ്റെ, അതായത് കുടുംബധർമ്മദൈവത്തെ ഭജനം നടത്തുക, അതിൽ തന്നെ പ്രത്യേകിച്ച് ദുർഗാദേവി ദർശനം ഇതൊക്കെ ചെയ്തു വന്നാൽ ഈ ആഴ്ച ശോഭനമായിത്തീരും. 17-ാം തീയതി സൂര്യൻ വൃശ്ചികത്തിലേക്ക് വരുന്നതോടുകൂടി വൃശ്ചിക വ്രത ആരംഭ കാലമാണ്. എല്ലാ വർഷവും ഈ വൃശ്ചിക വ്രതകാലത്ത് അഥവാ മണ്ഡലകാലത്ത് ആണ് കൂടുതൽ ഒരു റിജുവിനേഷന് വേണ്ടിയിട്ടാണ് വ്രതമെടുക്കുകയും പ്രത്യേകിച്ച് ഈശ്വര ഭജനം ചെയ്യുകയും, വിശേഷാൽ നമുക്ക് കേരളീയർക്ക് പ്രത്യേകമായിട്ടുള്ള ശാസ്താഭജനം ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാലമാണ്. ഇവിടെ പ്രധാനമായിട്ട് ചിന്തിക്കേണ്ടത്, നമ്മൾ ഓരോ വർഷവും അനവധി തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. അത് മാനസികമായിട്ടും ബൗദ്ധികമായിട്ടും ഒക്കെ നടത്തുന്നുണ്ട്. അതിലൊക്കെ ശരിയും തെറ്റും ദോഷവും ഗുണവും ഒക്കെ ഉണ്ടാകാം. എന്നാൽ ഇവയെല്ലാം വീണ്ടും ഒന്നുകൂടെ ഒരു അരിപ്പയിലിട്ട് അരിച്ച് അതിലേത് പൂർണ്ണമായിട്ട് ഒഴിവാക്കണം, ഏത് എല്ലാം എടുക്കാം എന്ന് അറിയത്തക്ക വിധം നമ്മളൊരു റിജുവിനേഷൻ നടത്തുന്ന കാലമാണ് ഈ മണ്ഡലവ്രതകാലം. അങ്ങനെയുള്ള ഈ കാലത്ത് അതിനു വേണ്ടിയിട്ട് അത് ഏത് രാശിയാകട്ടെ, ഏത് നക്ഷത്രക്കാരനാകട്ടെ, ഇവർക്കെല്ലാവർക്കും ഈ ഒരു കാലഘട്ടം, ഈ മണ്ഡലവ്രതകാലം അത് അനുഭവവേദ്യമാകട്ടെ. അതിനുള്ള പരിശ്രമം എല്ലാവരും ചെയ്യുന്നത് വളരെ ശ്രേയസ്കരമായിരിക്കും.